SSC അനുവദിച്ച 37 കോടിയും സംസ്ഥാന സർക്കാരിന്റെ 80 കോടിയും അങ്ങനെ 117 കോടി രൂപയുടെ സൗജന്യ യൂണിഫോം പദ്ധതിയാണ് സർക്കാരിന്റെ പിടിപ്പുകേടും ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ ഒത്തുകളിയും മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്. മൂന്നാം വട്ടം ടെൻഡർ വിളിച്ചിട്ടും യൂണിഫോം വിതരണം ചെയ്യാനുള്ള നടപടികൾ മാത്രം എവിടെയും എത്തിയില്ല. നടപടി വൈകുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയാണ്. പറ്റുമെങ്കിൽ പിന്നെ ഒരു ടെൻഡറും കൂടി വിളിച്ച് കൊടുക്കുകയോ ഇല്ലെങ്കിൽ അത് PTAകൾക്ക് വിതരണം ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കഴിഞ്ഞ വർഷം സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു സൗജന്യമായി യൂണിഫോം നൽകിയിരുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരുന്നു ഇതിന്റെ ചുമതല. ഒരു പരാതിക്കും ഇട നൽകാതെയായിരുന്നു അന്ന് പദ്ധതി നടപ്പാക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ എയ്ഡഡ് സ്കൂളുകളെ കൂടി പദ്ധതിയിൽ പെടുത്തിയതിനാലാണ് ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചത്. ഇടനിലക്കാരെ ഒഴിവാക്കി പദ്ധതി സുതാര്യമായി നടപ്പാക്കാനായിരുന്നു ഇത്. എന്നാൽ ടെൻഡറിൽ പങ്കെടുത്ത മഫ്ത്ലാൽ ഉൾപ്പെടെ 5 കമ്പനികളും SSA നിശ്ചയിച്ച ഉയർന്ന തുകയേക്കാൾ കൂടുതലാണ് അടയാളപ്പെടുത്തിയിരുന്നത്. ഇതോടെയാണ് സൗജന്യ യൂണിഫോം വിതരണ പദ്ധതി അവതാളത്തിലായത്. സർക്കാർ വിദ്യാലയത്തിലെ പാവപ്പെട്ട കുട്ടികളാണ് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ധരിച്ച പഴയ യൂണിഫോം ഇട്ടാണ് അവർ ഇപ്പോഴും സ്കൂളുകളിൽ എത്തുന്നത്. പദ്ധതി നടപ്പായില്ലെങ്കിൽ SSAയുടെ 37 കോടി നഷ്ടമാകും. അടുത്ത വർഷം ഈ ഇനത്തിൽ ഫണ്ട് ലഭിക്കുകയുമില്ല. ഓണസമ്മാനമായി യൂണിഫോമുകൾ വിതരണം ചെയ്യുമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം. എന്നാൽ ഓണം കഴിഞ്ഞു. ഇനി പെരുന്നാളും ക്രിസ്മസും കഴിഞ്ഞാലും വിതരണം നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായേ പറ്റൂ. ക്യാമറ പേഴ്സൺ CR രജിത്തിനൊപ്പം ജലീൽ പടന്ന, മീഡിയ 1 മലപ്പുറം.